ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു ഡേമ ലൈഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേമ ലൈഫ് ആവാമെന്ന്. അപ്പോൾ ഡേമ ലൈഫ് ചെയ്യാനായിട്ടൊന്നും എനിക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല. എങ്കിലും എന്നെക്കൊണ്ട് വെക്കുന്ന രീതിയിലൊരു ഡേമ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ അരിയൊക്കെ അടുപ്പിടാനായിട്ടൊക്കെയുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ഇത് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രമൊക്കെ കഴുകി വെച്ചായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇടാനായിട്ട്, അപ്പോൾ അരി ഞാൻ ഇപ്പോൾ ഇവിടെ വെളിയിലാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് കത്താൻ ഭയങ്കര പാട്. അങ്ങനെ ഞാൻ കുട്ടുവിനോട് പറഞ്ഞു ഇത് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് കുട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അരിയൊക്കെ ഒരുവിധം ഒന്ന് തീക്കായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം കറമ്പി സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പം ഞാൻ സ്റ്റാൻഡ് ഒന്ന് നോക്കി ഒന്ന് ലെവലാക്കി, നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്ന് ലെവലാക്കി വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ മോരറിയൊക്കെ കാച്ചാന്ന് പറഞ്ഞാണ് തേങ്ങയൊക്കെ പൊട്ടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ വെള്ളമൊന്നും കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ തേങ്ങ വെള്ളമൊക്കെ നമ്മൾ വെളിയിൽ കളയും. പണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, തേങ്ങ വെള്ളം വേണമെന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ കൂടുതലും വരവ് തേങ്ങയാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് അതിൻ്റെ വെള്ളം അങ്ങനെ അവർക്കും കൊടുക്കത്തില്ല, ഞാനും എടുക്കാറില്ല. അപ്പം ഞാൻ ഇവിടെ ഇരുന്നാണ് കേട്ടോ തേങ്ങ തിരുമണേ. അപ്പോൾ ഇതിലിരുന്ന് തേങ്ങ തിരുമുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പണ്ടത്തെ ഒരു ചിരവ മോഡലാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും നിന്നുകൊള്ള ചിരവയൊക്കെയാണ്. പിന്നെ അല്ലാതെ ഈ മോഡലായിട്ടുള്ള പല ചിരവകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനത്തെ ചിരവയാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ വീടിൻ്റെ പടിയിൽ അവിടെ ഇരുന്നൊക്കെ ഇങ്ങനെ തേങ്ങ തിരുമും. അപ്പം നല്ല ഭയങ്കര വെയിൽ കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെയിൽ വെട്ടായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൽ കൂടെ ബാക്കിലോട്ട് ഞാൻ ക്യാമറ വെച്ചായിരുന്നു. അപ്പോൾ ക്യാമറയൊക്കെ സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ തേങ്ങ തിരുമാനായിട്ട് നോക്കുകയാണ്. അപ്പം തേങ്ങ തിരുമുന്ന കണക്ക് എനിക്കൊരു പാട് ജോലി വേറെ ഒന്നുമില്ല. വേറെ എന്ത് ജോലിയും ഞാൻ ചെയ്യും. തേങ്ങ തിരുമൽ, പാത്രം കഴുകൽ, തുണി കഴുകൽ, ഇതാണ് എനിക്ക് ഏറ്റവും ബോറായിട്ടും പാടായിട്ടും തോന്നുന്നൊരു ഇത്. പിന്നെ മുറ്റം തൂപ്പും, അത് ഏറ്റവും പാടാണ് ഇതിനെയൊക്കെ കാലം. അപ്പം ഞങ്ങൾ തേങ്ങയൊക്കെ തിരുമി. അപ്പം ഇന്ന് മോരേറിയും പയറൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പം ഇന്ന് മുസ്ലിങ്ങളെ വലിയ പെരുന്നാളായതുകൊണ്ട് നമുക്ക് ചിക്കനൊന്നും വാങ്ങിക്കാനുള്ള കപ്പാസിറ്റിയൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ചിക്കനൊന്നും വാങ്ങിച്ചില്ല. ചിക്കൻ നമ്മൾ വാങ്ങിക്കണമെന്നൊക്കെ കരുതി, എന്താ ചേട്ടൻ വാങ്ങിക്കാൻ പറഞ്ഞു. ബട്ട് വാങ്ങിക്കാൻ പറഞ്ഞെങ്കിലും നമുക്ക് ഇവിടെ ഒന്നും തുറക്കത്തില്ല കേട്ടോ. ഇവിടെയെല്ലാം അങ്ങോട്ട് അപ്പുറമൊക്കെ മുസ്ലിങ്ങളൊക്കെ ആയതുകൊണ്ട്, മുസ്ലിങ്ങളെ കടയൊക്കെ ആയതുകൊണ്ട് അവരൊന്നും തുറക്കാറില്ല. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ചിക്കനൊന്നും വേണ്ട, നമുക്ക് പയറൊക്കെ കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിക്കാം, വൈകിട്ട് നമുക്ക് എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ തിരുമ്മി, ഞാൻ എപ്പോൾ തേങ്ങ തിരുമ്മിയാലും ഞാൻ കുത്തനെ പിടിച്ചിങ്ങനെ തിരുമ്മും കേട്ടോ. എനിക്ക് തേങ്ങ തിരുമാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. തേങ്ങ നല്ലോണം തിരുമാൻ പലരും പറയും, പക്ഷെ ഞാൻ തേങ്ങ തിരുമണ കുത്തിക, ചേട്ടന് നല്ലോണം തിരുമാറിയ എനിക്ക് തിരുമാനൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ തിരുമ്മിയൊക്കെ അങ്ങ് എടുക്കും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ജോലിയിലോട്ട് കടക്കണം. അപ്പോൾ കറമ്പിക്കുട്ടി സ്റ്റാൻഡ് എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു, സ്റ്റാൻഡ് വെളിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ കറമ്പിക്കുട്ടി അത് എടുക്കാൻ വേണ്ടി പോകാനായിട്ട് ഇങ്ങനെ, അപ്പോൾ സ്റ്റാൻഡ് വെളിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറമ്പിക്കുട്ടി ഓടി ചെന്ന് അതെടുത്ത് അകത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടിപ്പെണ്ണും കാമ്പിക്കുട്ടിക്ക് അകത്തുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പം ഉള്ളിയൊക്കെ അരിയണം. നമുക്കൊരു ഉള്ളിയൊക്കെ അരിഞ്ഞ് ഒരു എന്താ പറയണേ, ഒരു മോര് കറി കച്ചാനായിട്ടുള്ള കാര്യങ്ങൾക്ക് 2 വെളുത്തുള്ളി, ഒരു ഉള്ളി. അപ്പം ഞാൻ മോര് കറി തേങ്ങ അരച്ച് വെക്കുകയാണോ അതോ നമുക്ക് അല്ലാതെ വെക്കണോ, മോര് കാച്ചി വെക്കണോ എന്ന് ചോദിക്കുക. അപ്പോൾ കുട്ടു പറഞ്ഞ് എനിക്ക് തേങ്ങ അരച്ച് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കുക്കിങ് തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതി. പിന്നെ അതിനുള്ള ഉള്ളി, കൊച്ചുള്ളിയൊക്കെ തിരുമ്മി. അപ്പം ഞാൻ വീഡിയോ നല്ലതുപോലെ എടുക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അരിയാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്ന അരി, എനിക്കതാണ് എളുപ്പം. അപ്പോൾ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ തറയിൽ നമ്മൾ ഇരുന്നിട്ടൊക്കെ എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് എളുപ്പം, നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിപ്പോൾ ഉച്ചയ്ക്കിപ്പോൾ എങ്ങനെയൊക്കെ മതി, വൈകിട്ട് നമുക്കെന്തെങ്കിലും കാപ്പിയിലൊക്കെ ഉണ്ടാക്കുക, അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യണം. അപ്പം മീനൊക്കെ കിട്ടണമെങ്കിൽ രാവിലെ എണീക്കണം കേട്ടോ. നമ്മൾ രാവിലെ എണീച്ച് ഇവിടെ നോക്കിക്കൊണ്ട് നിന്നാലേ മീൻകാരനെ കാണാൻ പറ്റുള്ളൂ, മീനും കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ 10, 7, 8, 9 മണിയൊക്കെ അപ്പോൾ പിന്നെ മീൻ വണ്ടികളേ കാണൂല. പിന്നെ ചന്തയിലൊക്കെ പോകണം. അപ്പം 3-4 ദിവസം കൊണ്ട് എനിക്ക് വെളിയിറങ്ങാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ വീട്ടിൻ്റെ
അകത്ത് തന്നെ ഇരിക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ പോണത്. അപ്പോൾ ചെറിയ ഇടയ്ക്ക് ചെറിയ ഡിപ്രഷനായിട്ടൊക്കെ ഇങ്ങനെ ചെറിയ ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഡിപ്രഷൻ പോലെയൊക്കെ ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് കുറേയൊക്കെ മാറി. എങ്കിലും അതുകൊണ്ടൊക്കെ വീഡിയോ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം ലാംഗ്വേജാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ചൊക്കെ തെറ്റുകളൊക്കെ വരും കേട്ടോ. ചിലവർക്കത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അപ്പം ഞാനപ്പോൾ മിക്സിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ മിക്സി. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇത് കത്തിരി ഒന്ന് അരച്ച് പെട്ടെന്ന് നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് കരുതി. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ മീൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ ചോറൊക്കെ കഴിക്കാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, മീൻ കറിയൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. എങ്കിലും നമുക്ക് ഉള്ള കറി കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്നും ഇപ്പം നമുക്കെല്ലാം കിട്ടുമോ. കൊറോണ സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി മീനൊന്നും കിട്ടാതെയൊക്കെ. പിന്നെ മീൻ വന്നപ്പോൾ പലരും പറഞ്ഞത് പഴയ മീനാണ്, അങ്ങനെ കഴിച്ച് ഒരുപാട് അസുഖങ്ങളൊക്കെ ചിലർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ സമയത്ത് വാങ്ങിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ മീനിപ്പോൾ കൂട്ടി വീണ്ടും മീനില്ലാതിരിക്കുമ്പോൾ ഒരു ഇത് കണക്കാം, ബുദ്ധിമുട്ട് കണക്കാം. അപ്പോൾ ഞാൻ മോര് കറിക്ക് വേണ്ടി നല്ലതുപോലെ അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ തൈര്. അപ്പം ജീരകം, മഞ്ഞൾപ്പൊടി, മുളകെന്ന് വെച്ചാൽ പച്ചമുളകും കൂടെ നമ്മൾ നല്ലോണം അരച്ചിട്ട് അതിലേക്ക് നമ്മൾ തൈര് ഇങ്ങനെ ഒഴിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ പിടിച്ച് തരാനൊന്നും ആരുമില്ല, ഞാനൊരു സ്റ്റാൻഡ് വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ അതൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ തൈര് ഇങ്ങനെ ഇതിലോട്ട് ഒഴിക്കുകയാണ്. അപ്പം എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് പിന്നെ അത് കടുവറുത്ത് ഒഴിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ പരിപാടിയൊന്നും നമ്മളെ മോര് കറിക്കില്ല. പിന്നെ ഈ തൈരിന് മുരളിയുടെ തൈരാണ്, പക്ഷേ നല്ല ഒരു ഇത് എന്താ പറയണ്ടേ, ഒരു പുളിപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വെച്ചപ്പം വളരെയധികം ബോറായിരുന്നു, നമുക്ക് ചോറുണ്ണാനായിട്ടൊന്നും പറ്റിയില്ല ഉച്ചയ്ക്ക്. അതാണ് പിന്നെ ഞാൻ ലഞ്ചൊന്നും നിങ്ങളെ കാണിക്കാത്തത്. ചോറ് നമ്മൾ ഉച്ചയ്ക്ക് ഇട്ടെങ്കിലും നമുക്ക് തിന്നാനായിട്ടൊന്നും ഒരു ടേസ്റ്റും തോന്നിയില്ല. ഞാനും കഴിച്ചില്ല, പിള്ളേരും കഴിച്ചില്ല. നമുക്ക് മീനൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് എന്തോ കഴിക്കാനായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ ആ മോര് കറി നമ്മൾ കാച്ചി അത് നല്ലതുപോലെ അരച്ച് കാച്ചാനായിട്ട്. അപ്പം കുട്ടിപ്പെണ്ണാണെങ്കിൽ എന്നെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലൊക്കെ കയറി വരക്കുവാണ് ജോലി. പിന്നെ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. പിന്നെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു കൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറയത്തില്ല. അവൾക്ക് ഇങ്ങനെ അരിയണം, പിന്നെ എല്ലാം അറിയാം, എങ്കിലും വന്ന് ഭയങ്കര സഹായിക്കൊക്കെ വേണം. അവളുള്ളപ്പോൾ എനിക്ക് സമയം പോകണമെന്നും അറിയത്തില്ല. അവരെല്ലാവരും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലപ്പ്. അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെ അടുപ്പിച്ചായപ്പോൾ തൂക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ തൂക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ചൊക്കെ തൂത്ത് കഴിഞ്ഞു. അപ്പോൾ കറമ്പിക്കുട്ടി വീഡിയോ എടുക്കാം, അമ്മ തൂക്കുന്ന വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ തൂത്ത് തീർന്നപ്പോഴാണോ നീ വീഡിയോ എടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അപ്പുക്കുട്ടൻ എന്ന് തുടയ്ക്കുന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ കൊണ്ട് കയറിയിട്ടുണ്ട്. അവന്മാർ ഞാനിപ്പം പറഞ്ഞില്ലെങ്കിലും അവന്മാരിങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോൾ കുരുത്തക്കേടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ അവരെ സമയമൊക്കെ അങ്ങ് പോവും. അപ്പോൾ അങ്ങനെ തുടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കയറി അങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഞാനും വിചാരിച്ചു സമയമൊക്കെ അങ്ങ് പോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങ് മിണ്ടാതെ ഇരിക്കുമല്ലോ, അല്ലെങ്കിൽ 3 പേരും കൂടെ ഭയങ്കര അടിയാണ്. ഇതിപ്പോൾ തുടയ്ക്കുന്നതെന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കേട്ടോ. അടുക്കളയൊക്കെ ഭയങ്കര അഴുക്കും പൊടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ഉച്ചയ്ക്കത്ത് വെച്ച എല്ലാ കറികളൊക്കെ മാറ്റി എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ടത്തേക്കുള്ള പരിപാടികളൊക്കെ ചെയ്യണം. അപ്പം അപ്പുക്കുട്ടൻ ഇവിടെയൊക്കെ കിടന്ന് ആ മേപ്പൊക്കെ കൊണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ടത്തെ പരിപാടി ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ വൈകിട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കണ്ടത് ഞാൻ ഇങ്ങനെയാണ് ഇരുന്നതെന്ന്. അപ്പം നമ്മൾ വീട്ടിലെ തനി നാട്ടും പുറത്തെ ഇത് വീഡിയോ ആണല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പം നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടി വൈകിട്ടത്തെ ഇടിയപ്പം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് 8 മണിയാകുമ്പോൾ കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞ് നേരത്തെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും പോയി കുളിച്ചിട്ട് വരപ്പോൾ എൻ്റെ ഡ്രസ്സ് കഴുകാവും. കുട്ടിപ്പെണ്ണാണ് എന്നെ സഹായിക്കാൻ ഇരിക്കണത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഭയങ്കര കൊതുക് കേട്ടോ. കൊതുക് കാരണം ഒരു നിവർത്തിയില്ല. ഇങ്ങനെ കുട്ടി പറഞ്ഞ് ഭയങ്കര കൊതുക് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു തട്ട് അവിച്ചായിരുന്നു, അത് ആവിയൊക്കെ വന്നു, നമ്മളതെടുത്ത് ഇട്ടായിരുന്നു. 2ാമത്തെ തട്ട് ഞാൻ അവിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവന്മാർ എപ്പോഴും അതെടുത്ത് പിഴിയണം. എന്താണ്ട ഇങ്ങനെ പിഴിഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് അത് പിഴിയെ.
അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പിഴിയാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയൊക്കെ പിഴിയണമെന്ന് പറഞ്ഞൊക്കെ നിന്ന് ഞാൻ പറഞ്ഞു പിന്നെ വിടാന്നൊക്കെ പറഞ്ഞു. അപ്പം മാവ് ഇളക്കണമെന്ന് പറഞ്ഞ് ദാണ്ട ഇളക്കുകയൊക്കെയാണ്. അപ്പോൾ അപ്പുക്കുട്ടനും കുട്ടുകുട്ടനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മളിന്ന് മുട്ടക്കറിയും വെച്ച് ഇടിയപ്പമാണ് രാത്രി. അപ്പം ഞാൻ ഇടിയപ്പമൊക്കെ തട്ടി ഇടേണം. അപ്പം നമുക്കിന്ന് ഇടിയപ്പം കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം പിന്നെ തട്ടും കൂടെ വെച്ചായിരുന്നു. അപ്പോൾ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെയും കൂടെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.